ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഒരു സ്റ്റോറിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കും, ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ കാണുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വീഡിയോയുടെ കൂട്ടത്തില് ഇതും ഉണ്ടാവും. ഒരു സ്റ്റോറിയാണ്. ആരവ് എന്നുള്ള പയ്യൻ അവന്റെ കോളേജിലെ സെമിനാർ ഹാളിലേക്ക് നടക്കുകയായിരുന്നു. അപ്പോ അവന്റെ സുഹൃത്ത് രവി അവൻ മൊബൈലിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. അപ്പൊ ആരവ് രവിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, രവി വാ, ടൈമിന്റെ വാല്യൂവിനെ പറ്റിയിട്ട് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെമിനാർ ഇപ്പൊ തുടങ്ങാനിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇതൊരു ലൈഫ് ചേഞ്ചിങ് ഇവന്റ് ആയിരിക്കും എന്നാണ്. ഇത് കേട്ട ഉടനെ രവി ചിരിച്ചിട്ട് പറഞ്ഞു, ഇതൊന്നും എന്റെ കാര്യമല്ലടാ, നീ പോ, എനിക്ക് മറ്റുള്ള ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന്. ആരവിന് അത് കേട്ടതും ദേഷ്യം വന്നു. എന്തെങ്കിലും തിരിച്ചവനോട് പറയണമെന്ന് തോന്നി. പക്ഷെ സെമിനാർ തുടങ്ങാനായിട്ട് സമയമായതുകൊണ്ട് തന്നെ അവൻ ഒന്നും പറയാതെ നടന്നുപോയി. ഹാളിലെത്തിയപ്പോ അവന് ആശ്വാസമായി, കാരണം ഇനിയും സെമിനാർ തുടങ്ങിയിട്ടില്ല. ലൈറ്റുകൾ പതിയെ ഡിമ്മായി സ്റ്റേജിന് പിറകിൽ നിന്ന് ഒരു സ്മാർട്ട് ആയിട്ടുള്ള വ്യക്തി വന്ന് സംസാരിച്ചു തുടങ്ങി. ഹലോ എവരിവൺ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ടൈമിന്റെ വാല്യൂവിനെ പറ്റി ഒരു ലെക്ചർ എടുത്ത് നിങ്ങളെ ബോറടിപ്പിക്കാനല്ല ആഗ്രഹിക്കുന്നത്, പകരം ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ സ്റ്റോറിയിൽ 3 പവർഫുൾ ലെസൺസ് ഒളിഞ്ഞിരിപ്പുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ടൈമിന്റെ വാല്യൂ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അങ്ങനെ അദ്ദേഹം കഥ പറയാൻ തുടങ്ങി. ഒരു ദൂരെയുള്ള ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് പ്രായവുമായിരുന്നു. വീട്ടിലെ അവസ്ഥ വളരെ ദരിദ്രമായതുകൊണ്ട് തന്നെ മറ്റുള്ളവർ മീൻ പിടിക്കാൻ വരുന്നതിന് മുൻപ് തന്നെ ഇദ്ദേഹം അവിടെ പോയി ഇരുന്ന് മീൻ പിടിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം വലിയ ഇരുട്ടായിരുന്നു. ആ ഭാഗത്തുള്ള ലൈറ്റുകൾ ഒന്നും പ്രവർത്തിച്ചിരുന്നില്ല. സ്വന്തം കൈ പോലും കാണാൻ സാധിക്കാത്ത അത്രയും ഇരുട്ട്. പക്ഷെ ആ മനുഷ്യന് ഭയം ഉണ്ടായിരുന്നില്ല, കാരണം അതേ വഴിയിലൂടെ അവൻ 100 കണക്കിന് തവണ നടന്നിട്ടുണ്ട്. ഒരു പുതിയ വ്യക്തിയാണെങ്കിൽ അവർക്ക് ഇരുട്ടിൽ വഴി തെറ്റുമായിരുന്നു. പക്ഷെ ഈ വ്യക്തിക്ക് ആ വഴിയിലെ ഓരോ മൂലയും വ്യക്തമായിരുന്നു. നദിയോട് അടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാൽ ഒരു ചാക്കിൽ തട്ടി. ആ ചാക്കിൽ മുഴുവൻ ഒരുപാട് കല്ലുകളായിരുന്നു. നദിക്കരയിൽ പലപ്പോഴും കുട്ടികൾ കല്ലുകൾ കൊണ്ടുവന്ന് കളിക്കാറുണ്ട്. അതുകൊണ്ട് അദ്ദേഹം കരുതി, ഓക്കെ, ഇതെന്തായാലും നന്നായി, സമയം പോയിക്കാൻ ഇത് ഉപകരിക്കുമല്ലോ എന്ന്. അങ്ങനെ അദ്ദേഹം ആ ചാക്കെടുത്ത് നദിക്കരയിലേക്ക് നടന്നു. നദിയുടെ നടുവിലായിട്ട് ഒരു പാത്രത്തിന്റെ ഷേപ്പിലായിട്ട് ഒരു കല്ലുണ്ടായിരുന്നു. കുട്ടികൾ പലപ്പോഴും ആ കല്ലിലേക്ക് കല്ലുകൾ എറിഞ്ഞ് കളിക്കുമായിരുന്നു. ഈ പ്രായമായ മനുഷ്യനും പലപ്പോഴും സമയം പോയിപ്പിക്കാനായിട്ട് കല്ലുകൾ എറിയുമായിരുന്നു. അങ്ങനെ ചാക്കിൽ നിന്ന് ഓരോ കല്ലും എടുത്ത് നദിയിലേക്ക് എറിയാൻ തുടങ്ങി. നദിയിലേക്ക് എറിയുന്ന സമയത്ത് കല്ലുകൾ വീഴുന്ന ശബ്ദം അദ്ദേഹത്തിന് ഇഷ്ടമായി. ചിലപ്പോൾ ഈ കല്ലുകൾ ആ നടുവിലുള്ള കല്ലിൽ പോയി തട്ടുന്നുണ്ടാവും. അത് കാണുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷവും തോന്നി. ഇരുട്ടായതിനാൽ അദ്ദേഹത്തിന് വ്യക്തമായിട്ട് ഒന്നും തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു കളി പോലത്തെ ഫീല് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഓരോ കല്ലും എടുത്ത് എറിഞ്ഞുകൊണ്ടിരുന്നു. കല്ലുകൾ എറിയെ അദ്ദേഹത്തിന്റെ മനസ്സ് പഴയ കാലത്തേക്ക് പോയി. തന്റെ യൗവനകാലം അദ്ദേഹം ഓർത്തു. അന്ന് എനിക്ക് എത്രത്തോളം ശക്തി ഉണ്ടായിരുന്നു, എനിക്ക് പലതും ചെയ്യാൻ കഴിയുമായിരുന്നു, നന്നായി പഠിക്കാമായിരുന്നു, നഗരത്തിൽ പോയി ഒരു നല്ല ജോലി മേടിക്കാമായിരുന്നു. എന്റെ അമ്മാവൻ തന്നെ തനിക്കൊരു ജോലി ശരിയാക്കി തരാൻ തയ്യാറായിരുന്നു. പക്ഷെ ഞാൻ ഒന്നും ചെയ്തില്ല. അങ്ങനെ പഴയ കാലങ്ങൾ ഓർത്തുകൊണ്ട് അദ്ദേഹം ഓരോ കല്ലായി എറിഞ്ഞുകൊണ്ടിരുന്നു. ചിലപ്പോ സ്വന്തം വിധിയെ ഓർത്ത് ദേഷ്യം തോന്നും. അപ്പൊ കല്ലുകൾ കൂടുതൽ വേഗത്തിൽ എറിയും. ചിലപ്പോ സ്വന്തം ജീവിതം ഓർത്ത് അദ്ദേഹത്തിന് സങ്കടം തോന്നും. അപ്പോ കല്ലുകൾ പതുക്കെ എറിയുന്നുണ്ടാവും. അങ്ങനെ നോക്കുമ്പോ താൻ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കല്ലുകളല്ല, സ്വന്തം ജീവിതം തന്നെയാണ് എന്നുള്ള ഫീല് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ചാക്കിലെ കല്ലുകൾ കുറയാൻ തുടങ്ങി. അവസാനം ഒരു കല്ല് മാത്രം അദ്ദേഹത്തിന്റെ കയ്യിൽ ബാക്കിയായി. അദ്ദേഹം ആ അവസാന കല്ലും എടുത്തുകൊണ്ട് തന്റെ മുഴുവൻ ശക്തിയും എടുത്ത് ആ കല്ല് എറിയാനായിട്ട് പോയി. അപ്പോഴാണ് സൂര്യന്റെ ആദ്യ കിരണം ആ കല്ലിൽ തട്ടുന്നത്. ചെറിയ വെളിച്ചം വന്നു. ആ കല്ലുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോകുന്ന ആ ഒരു ദൃശ്യം കണ്ട് അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി. താൻ ഇതുവരെ കല്ല് എന്ന് കരുതിയിരുന്നത് യഥാർത്ഥത്തിൽ കല്ലുകളായിരുന്നില്ല, അത് കറുത്ത വജ്രങ്ങളായിരുന്നു. ആ വജ്രത്തിന്റെ തിളക്കം കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്നുപോയി. പക്ഷെ ആ സമയമാവുമ്പോഴേക്കും അവസാന വജ്രവും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പോഴാണ് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായത്, താൻ ഇത്ര നേരവും എറിഞ്ഞത് കല്ലുകളല്ല, വിലമതിക്കാനാവാത്ത വജ്രങ്ങളാണ് എന്ന്. അദ്ദേഹത്തിന്റെ മനസ്സ് തകർന്നു. എന്റെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു അവസരം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ചെറിയ കളിയുടെ സന്തോഷത്തിന് വേണ്ടി അത് ഞാൻ നദിക്കരയിലേക്ക് എറിഞ്ഞു കളഞ്ഞു.
ഇത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടാക്കി. പെട്ടെന്ന് ബാക്കിയുള്ള അവസാന വജ്രമെങ്കിലും തിരികെ പിടിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അദ്ദേഹം നദിയിലേക്ക് എടുത്തു ചാടി. പക്ഷെ അദ്ദേഹത്തിന്റെ ശരീരത്തിന് പ്രായമായതുകൊണ്ട് തന്നെ ശക്തിയില്ലായിരുന്നു. നദിയുടെ ഒഴുക്കും ശക്തമായിരുന്നു. അദ്ദേഹത്തിന് ആ അവസാന വജ്രത്തെയും പിടിക്കാൻ കഴിഞ്ഞില്ല. അവസാനം അദ്ദേഹം അവിടെ തന്നെ മുങ്ങിപ്പോയി. കഥ അവസാനിച്ചു. സ്ക്രീനിൽ എഴുതിയിരുന്നത് ലെസൺ നമ്പർ 1, ടൈം പാരഡോക്സ് വിസസ് ടൈം പെർസ്പെക്റ്റീവ്. ലൈറ്റുകൾ ഓണായി സ്റ്റേജിൽ നിന്നിരുന്ന വ്യക്തി പറഞ്ഞു, ഹായ് കൂട്ടുകാരെ, എന്റെ പേര് ഡോക്ടർ ബുക്ക്. ഈ ഒരു കഥയിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത് എന്ന് പറയൂ. അവിടെ ഇരുന്ന ആളുകൾ പല ഉത്തരങ്ങൾ പറയാൻ തുടങ്ങി. നമ്മൾ ടൈമിന്റെ വാല്യൂ മനസ്സിലാക്കണം, ടൈം ഗോൾഡ് ആണ്, ടൈം ഡയമണ്ട് ആണ് എന്നൊക്കെ. അവിടെ നിന്ന് ഡോക്ടർ ബുക്ക് പറഞ്ഞു, ശരി, നിങ്ങൾ എല്ലാവരും നല്ല ആൻസേഴ്സ് പറഞ്ഞു. ഇനി ഈ കഥയിലെ 3 ലെസൺസ് ഞാൻ സമ്മറൈസ് ചെയ്ത് തരാം. അതിലെ ലെസൺ നമ്പർ 1, ടൈം പാരഡോക്സ് ആൻഡ് ടൈം പെർസ്പെക്റ്റീവ്. നിങ്ങൾ ഒരാളോട് നല്ലൊരു കാര്യം ചെയ്യാൻ പറയൂ, ജിമ്മിൽ പോവാൻ, ബുക്ക് വായിക്കാൻ, സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ. അപ്പൊ അവര് പറയും, ഇല്ല, എനിക്ക് ഇതിനുള്ള സമയമില്ല എന്ന്. പക്ഷെ അതേ ആളോട് മൂവി കാണാൻ പോവാമോ എന്ന് ചോദിച്ചാൽ, നെറ്റ്ഫ്ലിക്സ് കാണാൻ പറഞ്ഞ, കൂട്ടുകാരുമായി വെറുതെ ഇരുന്ന് സംസാരിക്കാൻ പറഞ്ഞ അവന് മണിക്കൂറുകളോളം സമയം കാണും. ഇതാണ് ടൈം പാരഡോക്സ്. മാക്സിമം ആളുകളും ആ പ്രായമായ മനുഷ്യനെ പോലെ കല്ലെന്ന് വിചാരിച്ച് തന്റെ സമയത്തെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ബുദ്ധിയുള്ള ആളുകൾ ടൈമിനെ വജ്രത്തേക്കാൾ വിലപ്പെട്ടതായി കാണുന്നു. അവര് ടൈമിനെ വേസ്റ്റ് ചെയ്യില്ല, ടൈമിനെ പ്രൊട്ടക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ലെസൺ ഇതാണ്, ടൈമിന്റെ പെർസ്പെക്റ്റീവ് മനസ്സിലാക്കുക, ടൈമിന്റെ പ്രയോറിറ്റി മനസ്സിലാക്കുക. എല്ലാവർക്കും ടൈം ഒരേപോലെ തന്നെയാണ്. പ്രശ്നം ടൈം ഇല്ലാത്തതല്ല, ടൈം എന്നുള്ളത് തെറ്റായ പ്രയോറിറ്റിയിലേക്ക് പോകുന്നതാണ്. രണ്ടാമത്തെ ലെസൺ, പ്രസന്റ് പ്ലഷർ ട്രാപ്പ്. ഡോക്ടർ ബുക്ക് പറഞ്ഞു, മാക്സിമം ആളുകളും ടൈമിനെ കല്ലുപോലെ വേസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട്? കാരണം അവർ പ്രസന്റ് പ്ലസന്റ് ട്രാപ്പിൽ കുടുങ്ങിയിരിക്കുകയാണ്. ആ പ്രായമായ മനുഷ്യൻ വജ്രങ്ങളെ കല്ല് എന്ന് പറഞ്ഞ് എറിഞ്ഞുകൊണ്ടിരുന്നു. എന്തുകൊണ്ട്? അത് ആ നിമിഷം അവനൊരു സന്തോഷം നൽകുന്നുണ്ടായിരുന്നു. കല്ല് വെള്ളത്തിൽ വീഴുന്ന ശബ്ദം, അതൊരു ഗെയിം പോലെ തോന്നിയത്, ഇതെല്ലാം അവർക്ക് ഒരു ഡോപ്പമീൻ നൽകി. നമ്മളും പലപ്പോഴും ഇതേ തെറ്റാണ് ചെയ്യുന്നത്. മൊബൈൽ സ്ക്രോൾ ചെയ്യുന്നു, ആവശ്യമില്ലാത്ത റിലേഷൻഷിപ്പിന്റെ പിന്നിൽ നടക്കുന്നു. ഇതൊന്നും ലോങ് ടേമിലേക്ക് എനിക്ക് സെറ്റ് ആവുന്ന റിലേഷൻഷിപ്പ് അല്ല എന്നറിഞ്ഞിട്ടും ഇപ്പോഴത്തെ ആ ഒരു പ്ലഷറിന് വേണ്ടി അത് നമ്മൾ കൊണ്ടു നടക്കുന്നു. ഫോൺ വീഡിയോസ് കാണുന്നു. ഇപ്പോ ചെറിയ സന്തോഷം തരുന്ന കാര്യങ്ങളിൽ നമ്മൾ സമയം കളയുന്നു. ഷോർട്ട് ടേമില് അത് നമുക്കൊരു സന്തോഷം തന്നേക്കാം, പക്ഷെ ലോങ് ടേമില് അത് നമ്മളുടെ ജീവിതത്തെ ഡാമേജ് ചെയ്യും. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ലെസൺ ഇതാണ്, പ്രസന്റ് പ്ലഷർ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടണം. മൂന്നാമത്തെ ലെസൺ, ഫ്യൂച്ചർ തിങ്കിങ് വിത്ത് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. താൽക്കാലിക സന്തോഷം ഡിലേ ചെയ്യാൻ കഴിയുന്നവരാണ് ജീവിതത്തിൽ കൂടുതൽ വിജയിക്കുന്നത്. ടോപ്പർ ആവുന്നത് ഒരു ദിവസം മാത്രം ഇരുന്ന് മണിക്കൂറുകൾ പഠിക്കുന്ന വ്യക്തിയല്ല, ദിവസേന പഠിക്കുന്ന വ്യക്തിയാണ്. ജിമ്മിൽ പോകുന്ന ആളുകൾ ദിവസേന ഹെവി ആയിട്ടുള്ള വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് വേർക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് അവർക്ക് അതിൽ നിന്ന് സന്തോഷം ലഭിക്കാതിരിക്കാം. പക്ഷെ ലോങ് ടേമിലേക്ക് എനിക്ക് നല്ലൊരു ബോഡി ലഭിക്കുമെന്ന് അവർക്കറിയാം. വലിയ ബിസിനസ് ബിൽഡ് ചെയ്യുന്നതും ഇതുപോലെയാണ്. എല്ലാ ദിവസവും അവർക്ക് തൊഴിലാളിയെ പോലെ ശമ്പളം കിട്ടണം എന്നുള്ളതില്ല. പക്ഷെ അവര് കാണുന്നത് 5 മുതൽ 10 വർഷത്തിന് ശേഷമുള്ള അവരുടെ ജീവിതമാണ്. ഇതാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. അതുകൊണ്ട് നിങ്ങളുടെ ടൈമിനെ പ്രസന്റ് പ്ലഷർ ട്രാപ്പിൽ കുടുങ്ങിക്കിടക്കാതെ ഫ്യൂച്ചർ തിങ്കിങ്ങിനും ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനും വേണ്ടി ഉപയോഗിക്കുക. കാരണം ഓർക്കുക, നമുക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ലോസ് എന്താണെന്ന് അറിയാമോ? നമുക്ക് ലോസ് എന്ന് തന്നെ ഫീൽ ചെയ്യിപ്പിക്കാത്ത ഒരു ലോസ് ആണ്. നിങ്ങളുടെ പല സുഹൃത്തുക്കളെയും നിങ്ങൾ ഈ സെമിനാറിലേക്ക് വിളിച്ചിട്ടുണ്ടാവും, പക്ഷെ അവർ വന്നിട്ടുണ്ടാവില്ല. എന്തുകൊണ്ട്? ഇങ്ങനെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് തന്നെ അവർക്ക് ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ ഒരു മൂവി കാണാനാണ് നിങ്ങൾ അവനെ വിളിച്ചതെങ്കിൽ അവൻ വന്നിട്ടുണ്ടാവും. കാരണം അവന്റെ മൈൻഡ് പ്രസന്റ് പ്ലഷർ ട്രാപ്പില് കുടുങ്ങിക്കിടക്കുകയാണ്. ഇത് കേട്ടപ്പോ ആരവിന് പുറത്തുള്ള തന്റെ രവിയുടെ മുഖം ഓർമ്മ വന്നു. ദെൻ ഡോക്ടർ വീണ്ടും പറഞ്ഞു തുടങ്ങി, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ടൈമിനെ റെസ്പെക്ട് ചെയ്യാത്ത ആളുകളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് നിർത്തുക. ടൈമിന്റെ വാല്യൂ മനസ്സിലാക്കുന്ന ആളുകളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കണം. സെൽഫ് ഇംപ്രൂവ് ചെയ്യുന്ന ആളുകളോടൊപ്പം നിൽക്കണം. ഇവിടെ സെമിനാറുള്ള ആളുകൾ നിങ്ങളെ പോലുള്ള ലൈക്ക് മൈൻഡഡ് പീപ്പിൾ ആണ്. ഇവരോട് സംസാരിക്കൂ, ഇവരുമായി ബോണ്ട് ക്രിയേറ്റ് ചെയ്യൂ. പക്ഷെ ലോകത്തിലെ മാക്സിമം ആളുകളും
ആളുകളും ടൈം വേസ്റ്റ് ചെയ്യും. പക്ഷെ നിങ്ങൾ അങ്ങനെ ആകരുത്. അദ്ദേഹം അവിടെയുള്ള എല്ലാ ആളുകളെയും ഒരു നല്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ എൻകറേജ് ചെയ്തു. പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർക്ക് നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും ചെയ്യാനും ടൈമിനെ ശരിയായി ഉപയോഗിക്കാനും കഴിയും. അങ്ങനെ സെമിനാർ അവസാനിച്ചു. സെമിനാർ കഴിഞ്ഞ് ആരവ് പുറത്തേക്ക് ഇറങ്ങി. ആ സെമിനാർ ആവറേജ് ഒരു അരമണിക്കൂർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ കേട്ട കാര്യങ്ങൾ ജീവിതകാലം മുഴുവൻ ഓർക്കേണ്ടതാണെന്ന് ആരവിന് മനസ്സിലായി. അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ രവിയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ചില സുഹൃത്തുക്കളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് മൊബൈൽ സ്ക്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആരവ് ഒരു എക്സ്പീരിമെന്റ് പോലെ അവനോട് ചോദിച്ചു, രവി നിനക്കറിയാമോ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെമിനാർ കൂടി നടക്കാൻ പോവുകയാണ്. പവർഫുൾ ആയിട്ടുള്ള ബുക്സിലെ സമ്മറീസ് ഒക്കെ എടുത്ത് ലൈഫിൽ എങ്ങനെ വെൽത്തി ആയിട്ട് മാറാം, പണം സമ്പാദിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ആ സെമിനാർ നടക്കാനായിട്ട് പോകുന്നത്. എനിക്കറിയാം നീ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ നിന്റെ വീട്ടിൽ ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടെന്ന്. ആ സെമിനാർ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനുള്ള ഐഡിയാസ് കിട്ടും. ഇത് കേട്ട് രവി വീണ്ടും ചിരിച്ചു. ഇല്ലടാ ഇപ്പൊ വേണ്ട, കാരണം എനിക്ക് ഇപ്പൊ ഇതിനുള്ള സമയമില്ല, ഞാൻ ഓൾറെഡി ഒരു കൂട്ടുകാരുടെ കൂടെയാണ് എന്ന് പറഞ്ഞു. അവിടെ വെച്ച് ആരവ് ഒരു കാര്യം തീരുമാനിച്ചു, രവിയോടൊപ്പം ഇനി കുറച്ച് സമയം മാത്രമേ ചെലവഴിക്കുള്ളൂ. അങ്ങനെ കോളേജ് കഴിഞ്ഞു, കാലങ്ങൾ കുറെ കടന്നുപോയി. 5 വർഷങ്ങൾക്ക് ശേഷം കോളേജ് റീയൂണിയൻ വന്നു. കോളേജ് സുഹൃത്തുക്കളെല്ലാം ഒരു സ്ഥലത്ത് ഒത്തുകൂടി. എല്ലാവരും ക്ലാസ്സുകളുടെയൊക്കെ പുറത്ത് നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു മെഴ്സിഡസ് കാറ് വന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. ആ കാറിൽ വന്ന് ഇറങ്ങിയത് ആരവായിരുന്നു. എല്ലാവരും അവനെ കണ്ട് ഞെട്ടി, പ്രത്യേകിച്ച് രവി. മറ്റുള്ളവർക്ക് ഒരു കാര്യം മനസ്സിലായി, കോളേജിന് ശേഷം അവന്റെ ജീവിതം വളരെ സക്സസ്ഫുൾ ആയിരുന്നു എന്ന്. അവൻ 2 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. രണ്ടും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അവന്റെ ഫിസിക്ക് പോലും നല്ലതായിരുന്നു. അവൻ തന്റെ ഗേൾ ഫ്രണ്ടിനോടൊപ്പം ആയിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നതും. സംസാരിക്കുന്നതിനിടയിൽ മനസ്സിലായി ഉടൻ തന്നെ അവരുടെ വിവാഹവും നടക്കാൻ പോവുകയാണെന്ന്. അവൻ തന്റെ പഴയ എല്ലാ കോളേജ് ഫ്രണ്ട്സിനെയും വിവാഹത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. കൂടെ രവിയെയും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ രവി പറഞ്ഞു, ഇല്ല എനിക്ക് ഓൾറെഡി ഞാൻ ജോബിൽ പെട്ടിരിക്കുകയാണ്, തീരെ ഒരു ദിവസം പോലും മാറി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് സമയം കിട്ടുന്നില്ല. ഇത് കേട്ടപ്പോ ആരോ ആദ്യം രവിയുടെ ആ പഴയ ശീലങ്ങളൊക്കെ മറന്നുപോയിരുന്നു. എന്നിട്ട് ആരവ് രവിയോട് പറഞ്ഞു, എടാ ചില പുസ്തകങ്ങളുണ്ട്, ആ പുസ്തകങ്ങൾ എന്റെ ലൈഫ് മാറ്റാനായിട്ട് നല്ല രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ടൈം പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ വേണമെങ്കിൽ നിനക്ക് ആ പുസ്തകം നൽകാം. ഇത് കേട്ട് രവി വീണ്ടും പറഞ്ഞു, ഇല്ലടാ എനിക്ക് സമയമില്ല, ഞാൻ ഓൾറെഡി ജോബിൽ നല്ല രീതിയിൽ ബിസിയാണ്, വീട്ടിലെ കാര്യങ്ങളും ഉണ്ട്, പുസ്തകം വായിക്കാനൊന്നും സമയം കിട്ടാറില്ല. ഇത് കേട്ട് ആരവ് രവിക്ക് ഒരു സജഷൻ നൽകി. യൂട്യൂബ് ചാനൽ ഉണ്ട്, ഇതിൽ പോയി കഴിഞ്ഞാൽ നിനക്ക് ഒരുപാട് ബുക്സിന്റെ സമ്മറീസ് കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ നിനക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും നിനക്ക് ഓഡിയോ എന്നുള്ള രീതിയിൽ പറഞ്ഞ് കേൾക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. രവി വീണ്ടും ഉത്തരം പറഞ്ഞു, ഇല്ലടാ ഞാൻ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും മറ്റുമൊക്കെ ഉണ്ടാവും, എനിക്കിത് കേൾക്കാൻ കഴിയില്ല. ഇത് കേട്ട് ആരവിന് ഒരു കാര്യം മനസ്സിലായി, രവിക്ക് ടൈം ഇല്ല എന്നുള്ളതല്ല യഥാർത്ഥ പ്രശ്നം, ഇത് അവൻ വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്ന ഒരു എക്സ്ക്യൂസ് ആണ്. അത് തന്നെ അവന്റെ ജീവിതത്തെ കൂടുതൽ സ്ട്രഗിളിലാക്കുകയായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. ശരിടാ എന്ന് പറഞ്ഞ് ആരവ് രവിക്ക് അവന്റെ ഇൻവിറ്റേഷൻ കാർഡ് കൊടുത്തിട്ട് അവൻ പോകുന്നുണ്ടായിരുന്നു. ആ ഇൻവിറ്റേഷൻ കാർഡ് നോക്കിയ സമയത്ത് രവി മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്, എനിക്കും ഇതുപോലെയൊക്കെ ജീവിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇവൻ എത്രത്തോളം ഭാഗ്യവാനാണ്, എന്റെ ജീവിതവും ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ആയിരുന്നു. രവിയുടെ അവസ്ഥ ഞാൻ തന്നെ പലരുടെയും ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. എത്ര ആളുകളോട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നറിയോ, പുസ്തകം വായിക്കണം, നല്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവണം, മെഡിറ്റേഷൻ ചെയ്യണം, ജിമ്മിൽ പോകണം എന്നൊക്കെ. പക്ഷെ എല്ലാവരുടെയും ഉത്തരം കോമൺ ആണ്, ടൈം ഇല്ല. പക്ഷെ അതേ ആളുകൾക്ക് യൂസ്ലെസ് കാര്യങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്, മൊബൈൽ സ്ക്രോൾ ചെയ്യാൻ സമയമുണ്ട്, സിനിമ കാണാൻ സമയമുണ്ട്. ഇതിനൊക്കെ കാരണം ഇവർ പ്രസന്റ് പ്ലഷർ ട്രാപ്പിലാണ് കുടുങ്ങിയിരിക്കുന്നത്. അവർ ഫ്യൂച്ചറിനെ സീരിയസ് ആയി കാണുന്നില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ ആകരുത്. ബുക്സിലെ കാര്യങ്ങൾ പഠിക്കണം, പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് സന്തോഷം കിട്ടണം എന്നുള്ളതില്ല.
പക്ഷെ നിങ്ങളുടെ ബ്രെയിൻ ഡെവലപ്പ് ആവാൻ തുടങ്ങും. നിങ്ങൾ ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങും. പഠിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ ആ ഒരു ഇൻഫോർമേഷൻ ഇന്ന് യൂട്യൂബിലും ഇതുപോലത്തെ വീഡിയോസിലും ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ്. ഈവൻ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ പോലും ഞാനൊക്കെ ഇത് തന്നെയാണ് ദിവസവും ഇവർക്ക് നൽകി വരുന്നത്. അപ്പൊ പ്രശ്നം വഴികളില്ലാത്തതല്ല, പ്രയോറിറ്റി ഇല്ലാത്തതാണ്. ഇന്ന് നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ സമയം നിങ്ങൾ കല്ല് പോലെ എറിഞ്ഞു കളയുകയാണോ അതോ വജ്രം പോലെ പ്രൊട്ടക്ട് ചെയ്യുകയാണോ? ഈ ഒരൊറ്റ ചോദ്യം നിങ്ങളുടെ ജീവിതം മാറ്റും. ഇനിയെങ്കിലും നിങ്ങൾക്ക് ഒരു നല്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഞാൻ തന്നെ റൺ ചെയ്തു വരുന്നുണ്ട്. ആയിരക്കണക്കിന് പല രാജ്യങ്ങളിൽ നിന്നും പല ജോലികൾ ചെയ്യുന്ന പല ഏജ് കാറ്റഗറിയിലുള്ള പലതരത്തിലുള്ള ആളുകൾ വന്ന് അവരിൽ ദിവസവും ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് ഉണ്ടായി വരുന്നുണ്ട്. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിങ്ങളുടെ ലൈഫിലും ആത്മാർത്ഥമായിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ മൈൻഡ് സെറ്റിന്റെ കാര്യത്തിൽ ഒരു ഷിഫ്റ്റ് കൊണ്ടുവരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ആയിട്ട് നൽകുന്നുണ്ട്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്. ബൈ ഓൾ.